കേരളം മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറിയെന്ന് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കൊച്ചിയിൽ KPCC സംഘടിപ്പിച്ച ക്വിറ്റ് ഡ്രഗ് ഡേ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നും മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് കോൺഗ്രസ് നടത്തുന്ന അന്തിമ പോരാട്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം, ഈ നാട്ടിലുണ്ടാകുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം സത്യത്തിൽ ഫലവത്താണോ എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന സർക്കാരും പാർട്ടിയും മയക്കുമരുന്ന് മാഫിയയ്ക്ക് കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന സർക്കാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പേട്രണേജാണ്. കേരളത്തിൽ ജയിൽ പുള്ളികൾക്ക് പോലും മയക്കുമരുന്ന് യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യമാണെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ജയിലിനകത്ത് പോലും മയക്കുമരുന്ന് ലഭിക്കുന്ന ഒരു ഏറ്റവും തെറ്റായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ട വധക്കേസ് പ്രതികളെ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് പോലും അവർക്ക് മദ്യവും മയക്കുമരുന്നും ലഭിക്കുന്നുവെന്ന സാഹചര്യം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. സർക്കാരിന്റെ അനാസ്ഥ ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരിമരുന്നുകളുടെ അടിമത്വത്തിൽ നിന്ന് സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാമെന്ന് മുദ്രാവാക്യമുയർത്തി KPCC ആഹ്വാനം ചെയ്ത മെഗാ വാക്കത്തോണിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. കലൂർ JLN സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മറൈൻ ഡ്രൈവിൽ സമാപിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, മുഹമ്മദ് ഷിയാസ്, ജെബി മേത്തർ, രാഹുൽ മങ്കൂട്ടത്തിൽ, ഹൈബി ഈഡൻ, ഉമ തോമസ് MLA തുടങ്ങിയവരും സംസാരിച്ചു.